വികൃതി കുരങ്ങൻ. ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ മഹാവികൃതിയായ ഒരു കുരങ്ങൻ താമസിച്ചിരുന്നു. അവന്റെ പേരാണ് വിക്രു. വിക്രുവിന് ഒരു സ്വഭാവമുണ്ട്. എന്തെങ്കിലും കേൾക്കേണ്ട താമസം രണ്ടാമതൊന്നും ആലോചിക്കാതെ എടുത്തു ചാടും. വിക്രു താമസിക്കുന്ന മരത്തിന്റെ അടുത്തുള്ള പുഴയിലാണ് അപ്പൂപ്പൻ താമസിക്കുന്നത്. വിക്രുവിനെ അപ്പൂപ്പന് ഒത്തിരി ഇഷ്ടമാണ്. വിക്രുവിന്റെ ഓട്ടവും ചാട്ടവും എല്ലാം കാണുമ്പോൾ അപ്പൂപ്പൻ പറയും, വിക്രു, നിന്റെ പ്രായം ഇങ്ങനെ ഓടിച്ചാടി നടക്കേണ്ട പ്രായം തന്നെയാണ്. പക്ഷേ എല്ലാം ഒന്ന് സൂക്ഷിച്ചും കണ്ടും ചെയ്യണം. ഇങ്ങനെ എടുത്തു ചാടി ചെയ്യുന്ന കാര്യങ്ങൾ ആപത്തിന് കാരണമാകും. അപ്പോൾ വിക്രു പറഞ്ഞു, എന്റെ അപ്പൂപ്പ പേടിക്കണ്ട കേട്ടോ, എനിക്കൊന്നും പറ്റില്ല. അപ്പൂപ്പൻ ധൈര്യമായിട്ടിരിക്കുക. അപ്പൂപ്പൻ ഇതെല്ലാം കേട്ട് വെറുതെ ചിരിക്കും. ഒരു ദിവസം പുഴയുടെ മറുകരയിലുള്ള മരത്തിൽ കുറേ പഴങ്ങളുണ്ടായി. ആ പഴങ്ങൾ കഴിച്ചു വന്ന കിളി വിക്രുവിനോട് പറഞ്ഞു, എന്റെ വിക്രു, ആ പഴങ്ങൾക്കെല്ലാം എന്തൊരു രുചിയാ! എത്ര കഴിച്ചിട്ടും മതിയാവുന്നില്ല. അത്ര മധുരം. പക്ഷെ ഇനി കഴിച്ചാൽ എൻ്റെ വയറ് പൊട്ടിപ്പോകും. ഇനി നാളെയും പോണം പഴം കഴിക്കാൻ. ഇതെല്ലാം കേട്ട കുരങ്ങന് ഒരാശ. എന്തായാലും ആ പഴങ്ങൾ രുചിച്ചു നോക്കിയിട്ടു തന്നെ ബാക്കി കാര്യം. അതിനിത്ര മധുരം എന്താണെന്ന് അറിയണമല്ലോ. കുരങ്ങൻ അപ്പോൾ തന്നെ മറുകരയിൽ പോയി പഴങ്ങൾ തിന്നാൻ പുറപ്പെട്ടു. ഇത് കണ്ട ആമച്ചാർക്ക് ആധിയായി. ആമച്ചാർക്ക് വിക്രുവിന്റെ സ്വഭാവം നന്നായി അറിയാമല്ലോ. അവൻ ഒന്നും ആലോചിക്കാതെ പഴങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. വിക്രു, നീ എങ്ങോട്ടാ പോകുന്നേ? അപ്പൂപ്പ, ഞാൻ മറുകരയിലെ പഴങ്ങൾ തിന്നാൻ പോവുകയാ. നല്ല മധുരമുണ്ടെന്നാണ് കിളികൾ പറയുന്നത്. അപ്പൂപ്പന് വേണോ? വേണമെങ്കിൽ ഞാൻ വരുമ്പോൾ തീർച്ചയായും കൊണ്ടുവരും. എന്റെ വിക്രു, ആ മരം പുഴയുടെ മറുവശത്തല്ലേ? നീ എങ്ങനെ അവിടെ എത്തും? ഒന്നും ആലോചിക്കാതെ നീ ഇങ്ങനെ എടുത്തു ചാടരുത്. അപ്പൂപ്പ, അതിനെന്താ? ദേ അങ്ങോട്ട് നോക്കി, അവിടെ മരത്തിന്റെ ഒരു പാലമുണ്ടല്ലോ. അതുവഴി മറുവശത്തേക്ക് എളുപ്പത്തിൽ പോകാം. ഇത് കേട്ട അപ്പൂപ്പൻ അങ്ങോട്ട് നോക്കി. ശരിയാണ്, ഈ കരയിൽ നിന്നും മറുകരയിലേക്ക് പോകാൻ ഒരു മരപ്പാലമുണ്ട്. പക്ഷേ അത് പഴയ പാലമാണ്. പലകകൾ പലതും ദ്രവിച്ചിരിക്കുകയായിരുന്നു. ആ പാലത്തിന് ഒരു ഉറപ്പുമില്ല. ഇത് കണ്ട അപ്പൂപ്പൻ വിക്രുവിനോട് പറഞ്ഞു, വിക്രു, ആ പാലം നോക്കിയേ. ആരോ എപ്പോഴോ ഉണ്ടാക്കിയ ഒരു പഴയ പാലമാ. മുഴുവൻ ദ്രവിച്ചിരിക്കുകയാ. അതുവഴി പോകുന്നത് അത്ര സുരക്ഷിതമല്ല. പേടിക്കണ്ട, ഞാൻ ശ്രദ്ധിച്ചേ പോകൂ. തിരിച്ചു വരുമ്പോൾ ഉറപ്പായും അപ്പൂപ്പന് വേണ്ട പഴങ്ങൾ ഞാൻ കൊണ്ടുവരാം കേട്ടോ. അപ്പൂപ്പൻ പറയുന്നത് ഒന്നും വകവയ്ക്കാതെ അവൻ പാലത്തിൽ കയറി. പാലം നന്നായി ആടുന്നുണ്ടായിരുന്നു. ആ പാലം കുറേ കാലമായി ആരും ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. വിക്രു ഇതൊന്നും വകവയ്ക്കാതെ ചാടി ചാടി പാലത്തിലൂടെ പോകാൻ തുടങ്ങി. പലകയെല്ലാം നന്നായി ദ്രവിച്ചിരിക്കുകയല്ലേ. കുറച്ചു ദൂരം പോയതും പാലം പൊട്ടി താഴെ വീണു. ഭാഗ്യത്തിന് വിക്രുവിന് പുഴയിലേക്ക് വീണുകിടന്ന ഒരു വള്ളിയിൽ പിടികിട്ടി. വള്ളിയിൽ പിടിച്ച് വിക്രു ഉറക്കെ കരയാൻ തുടങ്ങി. ഇതുകണ്ട അപ്പൂപ്പൻ പതിയെ വെള്ളത്തിലിറങ്ങി വിക്രുവിനെ രക്ഷിച്ചു. കരയിലെത്തിയ വിക്രു സന്തോഷത്തോടെ പറഞ്ഞു, നന്ദി അപ്പൂപ്പ. അപ്പൂപ്പൻ തക്ക സമയത്ത് വന്നതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അപ്പൂപ്പൻ എന്നോട് പലതവണ പറഞ്ഞതാണ് എടുത്തു ചാടി ഒരു കാര്യവും ചെയ്യരുതെന്ന്, ആപത്താണെന്ന്. ഇന്നാണ് അതിന്റെ ശരിയായ അർത്ഥം എനിക്ക് മനസ്സിലായത്. ഇനി ഈ തെറ്റ് ഞാൻ ഒരിക്കലും ആവർത്തിക്കില്ല.